നമസ്കാരം മന്ത്ര ടിവി വേൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം സൗദി, UAE, ബഹ്റൈൻ, ഈജിപ്ത്, യമൻ എന്നീ രാജ്യങ്ങൾ ഉപേക്ഷിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 43 പ്രദേശങ്ങൾക്ക് UAE സംരക്ഷിതമായി പ്രഖ്യാപിച്ചു. വിവാഹത്തിനു മുൻപ് വൈദ്യ പരിശോധന നിർബന്ധമാക്കണമെന്ന സർവേ റിപ്പോർട്ട്. ബ്രിട്ടന് ലോകത്തിന്റെ പിന്തുണ. തെരേസ മേ സ്വാമിനാരായണൻ മന്ദിരം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം 4 ഗൾഫ് രാജ്യങ്ങൾ ഉപേക്ഷിച്ചു. സൗദി അറേബ്യയ്ക്ക് പുറമെ ബഹ്റൈൻ, UAE, ഈജിപ്ത്, യമൻ എന്നീ രാജ്യങ്ങളാണ് ഖത്തറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. ഖത്തർ ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ചാണ് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചത്. ഖത്തറിലെ എംബസികൾ അടച്ച രാജ്യങ്ങൾ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഇവിടെ നിന്ന് പിൻവലിക്കുമെന്നും വ്യക്തമാക്കി. ഖത്തറിലേക്കുള്ള കര, വ്യോമ, നാവിക ഗതാഗത സംവിധാനങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങളും രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. തീവ്രവാദത്തിൽ നിന്നും തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഭീകരവാദികൾക്ക് ഖത്തർ നൽകിയ പിന്തുണ അക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായെന്നും സൗദി പ്രസ് ചൂണ്ടിക്കാട്ടി. ഖത്തർ പൗരന്മാർക്ക് രാജ്യത്തിലേക്ക് മടങ്ങാൻ 14 ദിവസത്തെ സമയം സൗദി നൽകിയിട്ടുണ്ട്. അതേസമയം ഖത്തറിൽ നിന്ന് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാൻ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് UAE ആവശ്യപ്പെട്ടതായി രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം ട്വിറ്ററിലൂടെ അറിയിച്ചു. കൂടാതെ ഖത്തറിലുള്ള UAE പൗരന്മാർ 14 ദിവസത്തിനകം മടങ്ങാനും ഭരണകൂടം നിർദ്ദേശം നൽകി. ഈജിപ്തിലെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും ഖത്തറിൽ നിന്നും കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം രാജ്യത്തെ 43 പ്രദേശങ്ങൾ സംരക്ഷിതമായി പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 14% വരുന്ന പ്രദേശങ്ങളാണ് സംരക്ഷിതമായി പ്രഖ്യാപിച്ചത്. ദേശീയ ജൈവ വൈവിധ്യ നയം 2015-2021 ലക്ഷ്യം വെക്കുന്നതിലും അധികമാണിത്. ഞായറാഴ്ച കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ താനി അൽ സയൂദിനാണ് പ്രഖ്യാപനം നടത്തിയത്. വികസന സമ്മർദ്ദങ്ങൾക്കിടയിലും പരിസ്ഥിതി പ്രദേശങ്ങളെ സംരക്ഷിക്കുന്ന UAE ജനങ്ങളെ പ്രകൃതിയുമായി കൂട്ടിയിണക്കുക എന്ന പരിസ്ഥിതി ദിനാചരണ പ്രമേയം അന്വർത്ഥമാക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ താനി അൽ സയൂദി പറഞ്ഞു. സർ ബനിയാസ്, റാസ് അൽ ഖോർ തുടങ്ങിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളും സംരക്ഷിക്കുന്നതും ഭാവി തലമുറയ്ക്കായി കാത്തുവെക്കുന്നതും രാജ്യം ദൗത്യമായി കരുതുന്നു. പരിസ്ഥിതിക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, സുസ്ഥിര ജീവിതശൈലി സ്വീകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നുവെന്ന് UAEയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആൽ നഹ്യാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. രാഷ്ട്രവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നമ്മുടെ പരിഗണനകളുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളെ ബാധിക്കുന്ന സമഗ്ര വികസന നവീകരണ പ്രവർത്തനങ്ങൾക്കിടയിലും മനുഷ്യനും പ്രകൃതിക്കുമിടയിലെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ UAE ശ്രദ്ധ പുലർത്തുന്നു. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച UAE വിഷൻ 2021 ഇക്കാര്യമാണ് പ്രതിഫലിപ്പിക്കുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലും വിവാഹപൂർവ്വ മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കണമെന്ന സർവേ റിപ്പോർട്ട്. വിവാഹമോചനത്തിന്റെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് അതീവ ഗൗരവപരമായി കാണണമെന്ന നിർദ്ദേശമാണ് പലരും ഉന്നയിക്കുന്നത്. ആരോഗ്യ പരിശോധനയ്ക്ക് പുറമെ മാനസിക നില കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന അഭിപ്രായമാണ് പൊതുവെ ഉയർന്നിരിക്കുന്നത്. ദാമ്പത്യ ബന്ധത്തിലെ സംസ്കാരം, പെരുമാറ്റ രീതി എന്നിവ മനസ്സിലാക്കുന്നതിന് പ്രത്യേക കൗൺസിലിംഗ് നൽകേണ്ടതുണ്ടെന്നും സർവേയിൽ സംബന്ധിച്ചവർ അഭിപ്രായപ്പെട്ടു. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ദമ്പതികളാകാൻ പോകുന്ന യുവാവും യുവതിയും പുതിയ ജീവിതത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടണം. നിസ്സാരമായ കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ദമ്പതികൾ മാറിപ്പോകുന്നത് അപകടകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. വിവാഹമോചനം ഇന്ന് സമൂഹം നേരിടുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി മാറിയതായും സർവേയിൽ അഭിപ്രായപ്പെടുന്നു. കുടുംബ ജീവിതത്തിലെ പ്രധാന വില്ലൻ മാനസികമായ അകൽച്ചയാണെന്ന് അബ്ദുൾ റഹ്മാൻ ലങ്കാവി അഭിപ്രായപ്പെട്ടു. പരസ്പരം അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ചില ദമ്പതികൾ തയ്യാറാകുന്നില്ല. സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മാനസിക അസ്വാസ്ഥ്യം ഒരു പരിധിവരെ വിവാഹമോചനത്തിന് കാരണമാകുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരസ്പരം അറിയുന്നതിനും വിട്ടുവീഴ്ചകൾക്ക് സന്നദ്ധമാകാനും ദമ്പതികൾക്ക് മുൻകൂട്ടി തന്നെ ബോധവൽക്കരണം നൽകണമെന്നും ലങ്കാവി വ്യക്തമാക്കി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഇരുവരും വിട്ടുവീഴ്ച ചെയ്ത് മുൻപോട്ടു പോകൽ അനിവാര്യമാണെന്ന് അലി അൽ ഖലീഫ അഭിപ്രായപ്പെട്ടു.
അടുത്തിടെ ലണ്ടൻ നഗരം 3 ആക്രമണങ്ങൾക്കാണ് വേദിയായത്. ഇടക്കാല തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഈ സംഭവങ്ങൾ അത്രയും. ഭീതിത സംഭവങ്ങളാണ് ലണ്ടൻ ബ്രിഡ്ജിനു സമീപം ശനിയാഴ്ച രാത്രി അരങ്ങേറിയത്. ബ്രിഡ്ജിന് തൊട്ടു മുൻപുള്ള ബറോ മാർക്കറ്റ് ആഘോഷങ്ങളുടെ ഇടമാണ്. പകലിനേക്കാൾ രാത്രിയാണ് ഇവിടെ തിരക്ക് കൂടുതൽ. പാലത്തിലൂടെ നടന്നവരുടെ ദേഹത്തേക്ക് വാൻ ഇടിച്ചു കയറ്റിയ ശേഷം പാലത്തിന്റെ കൈവരിയിൽ വാൻ നിർത്തി ബറോ മാർക്കറ്റിലേക്ക് കടക്കുകയായിരുന്നു. കൺമുന്നിൽ കണ്ടവരെ കത്തികൊണ്ട് കുത്തി വീഴ്ത്തി ആക്രമികൾ മുന്നോട്ട് നടന്നു. റെസ്റ്റോറന്റുകളിലും ബാറുകളിലും ഉള്ളവരെയും ആക്രമികൾ വെറുതെ വിട്ടില്ല. സംഭവത്തിന് ദൃക്സാക്ഷിയായ 22-കാരന്റെ വാക്കുകളാണിത്. ലണ്ടൻ ബ്രിഡ്ജിനു സമീപം ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. ഒരാൾ രക്തത്തിൽ കുളിച്ച് ഓടുന്നത് കണ്ടു. എന്നാൽ അയാൾക്ക് എങ്ങനെയാണ് പരിക്കേറ്റതെന്ന് മനസ്സിലായില്ല. അപകടം മണത്തറിഞ്ഞ് ഞങ്ങൾ രക്ഷ തേടി സമീപത്തെ റെസ്റ്റോറന്റിലേക്ക് ഓടി. എന്നാൽ ഒരിടം പോലും സുരക്ഷിതമായിരുന്നില്ല. ബെഥാനി അത്കിൻ എന്ന മാധ്യമ പ്രവർത്തക പറഞ്ഞു. ആളുകൾ കസേരയും കുപ്പികളും വലിച്ചെറിഞ്ഞാണ് പ്രതിരോധിച്ചത്. സുരക്ഷിതമായ സ്ഥലം തേടിയായിരുന്നു ആളുകളുടെ പരക്കം പാച്ചിൽ. സംഭവം നടന്ന ഏതാണ്ട് 8 മിനിറ്റ് ആയിട്ടുണ്ടാകും. വിവരം ലഭിച്ച നിമിഷങ്ങൾക്കകം പോലീസ് കുതിച്ചെത്തി 3 പേരെയും വെടിവെച്ച് വീഴ്ത്തി. അക്രമികൾ ബെൽറ്റ് ബോംബ് ധരിച്ചിരുന്നു. എന്നാൽ പിന്നീടത് വ്യാജ ബോംബാണെന്ന് പോലീസ് കണ്ടെത്തി. ഒരു സംഘം ആളുകളെ ലക്ഷ്യമിട്ടാണ് വാഹനത്തിന്റെ വരവെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. എന്നാൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങളായിരുന്നു അതെന്ന് മാർക്ക് റോബർട്ട്സ് എന്ന 53-കാരൻ പറയുന്നു. ഒരച്ഛനും മകനും പ്രാണഭീതിയോടെ ഓടുന്നതാണ് ആദ്യം കണ്ടത്. തൊട്ടു പിന്നാലെ നഗരത്തിലേക്ക് ഒരു സംഘം സുരക്ഷാ ജീവനക്കാർ പാഞ്ഞെത്തി. മാൻ നിർത്തിയെടുത്തു നിന്ന് 10 മീറ്റർ അകലെയുള്ള ചിലർക്ക് പരിക്കേറ്റു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയും ഭർത്താവ് ഫിലിപ്പും ലണ്ടനിലെ ഹിന്ദു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ സ്വാമിനാരായൺ മന്ദിരത്തിലാണ് ഇരുവരും സന്ദർശനം നടത്തിയത്. ഈ മാസം 8-ന് ബ്രിട്ടനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണിത്. നീസ്റ്റണിലെ ക്ഷേത്രത്തിലെത്തിയ 60-കാരിയായ മേ സ്വാമിനാരായണന്റെ പ്രധാന ദേവാലയത്തിൽ പൂക്കളർപ്പിച്ചതായി ക്ഷേത്ര അധികൃതർ പറഞ്ഞു. BAPS സ്വാമിനാരായൺ സംസ്ഥയിലെ സന്നദ്ധ പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറ്റ് ഹിന്ദു സംഘടനകളിലെ നേതാക്കളെയും അവർ സന്ദർശിച്ചിരുന്നു. ബ്രിട്ടനെ ലോകത്തിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധി സഭയാക്കാൻ ബ്രിട്ടനിലെ ഹിന്ദുക്കളും ഇന്ത്യക്കാരും സഹായിക്കണമെന്നും മേ അഭ്യർത്ഥിച്ചു. ബ്രിട്ടനിൽ വിവിധ മേഖലകളിൽ ഇന്ത്യക്കാർ കൈവരിച്ച നേട്ടങ്ങളെ അവർ പ്രശംസിക്കുകയും ചെയ്തു. 2ാമത്തെ തവണയാണ് മേ ക്ഷേത്രം സന്ദർശിക്കുന്നത്. 2013 മാർച്ചിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മുഖ്യാതിഥിയായി അവർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.